അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ. പേര് തന്നെ ഉണ്ട്, ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ഒരുതരം കപ്ലിംഗ് ആണ് ഈ ആംപ്ലിഫയറിൽ നടത്തുന്നത്. ഓക്കെ, നമ്മൾ മുമ്പത്തെ RC കപ്പിൾഡ് ആംപ്ലിഫയറിലെല്ലാം റെസിസ്റ്ററും കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ടാണ് കപ്പിൾ ചെയ്ത്, പക്ഷെ ഇവിടെ ട്രാൻസ്ഫോമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കപ്പിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് മുമ്പ് ഇതിന്റെ കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നതിന് മുമ്പ് ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറും RC കപ്പിൾഡ് ആംപ്ലിഫയറും തമ്മിൽ കുറച്ച് പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന് RC കപ്പിൾഡ് ആംപ്ലിഫയറിന് മുകളിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഹൈ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ. ഇപ്പൊ സാധാരണ ആംപ്ലിഫയേഴ്സിന്റെ കേസിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കുറവും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കും. ഓക്കെ, സാധാരണ ഇപ്പൊ ആംപ്ലിഫയേഴ്സിന്റെ കേസിൽ. അപ്പൊ അങ്ങനെ ഒരു ആംപ്ലിഫയർ നമ്മൾ 2 സ്റ്റേജ് ആംപ്ലിഫയർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസും സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസും പാരലൽ ആയിട്ട് വരും. അപ്പൊ നെറ്റ് ഇമ്പിഡൻസ് അങ്ങ് കുറഞ്ഞു പോകും. അത് കാരണത്താൽ സിഗ്നൽ മര്യാദയ്ക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഗെയിൻ കുറഞ്ഞു പോകും. അപ്പൊ ആ പ്രശ്നം ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിൽ ഓവർകം ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ടേൺ റേഷ്യോ എല്ലാം തന്നെ മാറ്റാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന് ഹൈ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ വോൾട്ടേജ്, നമ്മൾ മുമ്പത്തെ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണ്, ഡിസഡ്വാൻറ്റേജ്, പവർ ഗെയിൻ കുറവായിരുന്നു. വോൾട്ടേജ് ഗെയിനും അത്ര വലിയ ഹൈ ഒന്നും ആയിരുന്നില്ല. അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ആ ഒരു പ്രശ്നം ഇവിടെ പരിഹരിച്ചിട്ടുണ്ട്. ഇവിടെ ഹൈ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ആണ് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു നോക്കാം, ലോ DC റെസിസ്റ്റൻസ്. അതായത് നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവിടെ ഔട്ട്പുട്ട് എവിടെയാണ് കിട്ടുന്നത്, കലക്ടർ റെസിസ്റ്ററിന്റെ അക്രോസ് ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഫൈനൽ ഔട്ട്പുട്ട് ആണ് ഇവിടെ കലക്ടർ റെസിസ്റ്ററിന്റെ അക്രോസ്. ഇവിടെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിൽ ആ കലക്ടർ റെസിസ്റ്ററിനെ എടുത്ത് മാറ്റിയിട്ട് അതിന്റെ പകരം ആരാ കിടക്കുന്നത്, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ് ആണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, RC is being replaced with the primary winding of the step down transformer. ഇവിടെയും നമുക്ക് നോക്കാം, ഫൈനൽ സ്റ്റേജിൽ നോക്കാം, RC got replaced with the primary winding of the step down transformer. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിൽ ഈ VCCയിൽ നിന്ന് RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിൽ ഈ VCC മൈനസ് ICRC ആയിരുന്നു ഇവിടെ കിട്ടുന്നത്, അല്ലെ? നമ്മളെ ഇക്വേഷൻ നമുക്ക് ഓർമ്മയില്ലേ? നമ്മളെ ഇക്വേഷൻ എന്തായിരുന്നു, VC ഈക്വൽ ടു മറ്റേ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എഴുതി പോട്ടെ. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരുന്നു നമ്മൾ എഴുതി, VCE എന്ന് പറയുന്നത് VCC മൈനസ് ICRC. അതിന്റെ മീനിങ് എന്താ, VCCയിൽ നിന്ന് ഈ റെസിസ്റ്റന്റ് അക്രോസ് ഉള്ള ഡ്രോപ്പ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. കലക്ടറിന്റെ ടെർമിനൽ അവിടെയല്ല ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ കലക്ടറിന്റെ അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയാ, VCCന്റെ അകത്തുനിന്ന് ഇവിടുത്തെ ഡ്രോപ്പ് കുറച്ചിട്ട് ബാക്കിയുള്ളതാ കലക്ടറിന്റെ ടെർമിനലിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ പക്ഷെ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് VCCയിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ ഡ്രോപ്പുകൾ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല. നേരിട്ട് കലക്ടർ ടെർമിനലിന്റെ അവിടെ നമുക്ക് വോൾട്ടേജ് എത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ വലുതായിട്ട് ഡ്രോപ്പ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ലോ DC റെസിസ്റ്റൻസ്. DC റെസിസ്റ്റൻസ് പ്രൈമറി വൈൻഡിങ് ഭയങ്കര കുറവ് വെൻ കമ്പയർഡ് ടു RC. സോ എന്താ പറയാ, പ്രത്യേകിച്ച് വലിയ ഡ്രോപ്പുകൾ ഒന്നും ഇല്ലാതെ നമുക്ക് കലക്ടർ ടെർമിനലിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താ, ലെസ് പവർ ലോസ്. കലക്ടറിന്റെ റെസിസ്റ്റർ അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഡ്രോപ്പ് ഒന്നും സംഭവിക്കാത്തത് കാരണത്താൽ പവർ ലോസ് വളരെ കുറവാണ്. അതും ഒരു അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സലന്റ് ഇമ്പിഡൻസ് മാച്ചിങ്, സോ ഗെയിൻ ഹൈ. ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പിഡൻസ് മാച്ചിങ്, നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ഇമ്പിഡൻസ് അതിന്റെ ടേൺ റേഷ്യോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇമ്പിഡൻസ് മാച്ചിങ് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഇല്ല ഇമ്പിഡൻസ് നമുക്ക് നല്ല രീതിയിൽ മാച്ച് ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെയല്ലായിരുന്നു. അവിടെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഹൈയും സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ലോ ആയതുകൊണ്ട് നെറ്റ് റെസിസ്റ്റൻസ് അല്ലെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുമായിരുന്നു. ഇവിടെ നമുക്ക് ടേൺ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. അത് കാരണത്താല് എക്സലന്റ് ഇമ്പിഡൻസ് മാച്ചിങ്, അതുകൊണ്ട് തന്നെ ഗെയിൻ കൂടുതലാണ്. ഇതാണ് പ്രധാനമായിട്ടും നാല് വ്യത്യാസം RC കപ്പിൾഡ് ആംപ്ലിഫയർ ആയിട്ട്. ഇനി നമുക്ക് ഇതിന്റെ വേറെ ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം പരിചയപ്പെടാം. ഓക്കെ, R1 നമുക്ക്
മെയിൻ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ട്രാൻസ്ഫോമറിൽ നിന്ന് തുടങ്ങാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, തുടക്കത്തിൽ തന്നെ സിഗ്നൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ടേൺ റേഷ്യോ ഒക്കെ നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ വേറെ ഒരു ഇത് പറഞ്ഞാൽ AC മാത്രം കടത്തി വിടാം, DC ഇവിടെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നുള്ളത് നമ്മളടുത്ത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്, ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. ഇത് കപ്ലിംഗ് ട്രാൻസ്ഫോമർ ആണ്, ഇത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ലോഡ് റെസിസ്റ്റൻസിലേക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അപ്പം ഇവിടെയും ടേൺ റേഷ്യോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഇംപെഡൻസ് മാച്ചിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ സെക്കൻഡറി പോകുന്നത് പ്രൈമറി നമുക്ക് കളക്ടർ റെസിസ്റ്റന്റ് അവിടെ കണക്ട് ചെയ്ത് സെക്കൻഡറിന്റെ കണക്ഷൻ നേരെ ബേസിന്റെ റെസിസ്റ്ററിലേക്കാണ് പോകുന്നത്. ഇവിടെ കളക്ടർ റെസിസ്റ്റന്റ് പകരം പ്രൈമറി കണക്ട് ചെയ്ത് സെക്കൻഡറി നേരെ ലോഡ് റെസിസ്റ്റന്റ് അടുത്തേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ബൈപാസ് കപ്പാസിറ്റർ CB ഇതെന്തിനാ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇതൊരു ട്രാൻസ്ഫോമർ, അതിന്റെ സെക്കൻഡറിന്റെ കണക്ഷൻ ബൈപാസ് കപ്പാസിറ്ററിന്റെ ഇവിടേക്ക് ഇതുവഴിയാണ് ഗ്രൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ട്രാൻസ്ഫോമർ, അതിന്റെ സെക്കൻഡറിന്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഒരു ബൈപാസ് കപ്പാസിറ്ററിലേക്ക്, അതുവഴി ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC സിഗ്നലിന് ഈസി ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, AC ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ. അല്ലാതെ ഇതില്ലാതെ AC നേരെ R2 വഴി പോകാണെങ്കിൽ വെറുതെ ഈ R2 ക്രോസ് കുറെ വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകും, AC വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകും. അത് പ്രിവെന്റ് ചെയ്യാനും ACക്ക് സുഖമായിട്ട് ഗ്രൗണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ബൈപാസ് കപ്പാസിറ്റർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ CE നിങ്ങൾക്ക് അറിയാം, മറ്റേ നമ്മളെ മുമ്പ് നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിലെല്ലാം പറഞ്ഞ പോലെ തന്നെ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ആണ്. എമിറ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബൈപാസ് കപ്പാസിറ്റർ ഫംഗ്ഷൻ സെയിം, AC ഇതിൽ കൂടെ ഇതുവഴി ബൈപാസ് ആവാൻ വേണ്ടിയിട്ട്, AC ഇതിൽ കൂടെ ഇങ്ങനെ ബൈപാസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ. ഇനി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഒക്കെ ഓൾമോസ്റ്റ് RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സെയിം ഓപ്പറേഷൻ തന്നെയാണ്. നമ്മൾ സിഗ്നൽ കൊടുക്കുന്നു, ടേൺ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് സിഗ്നൽ ഇവിടെ കിട്ടുന്നു, ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കിട്ടുന്നു, ഇൻപുട്ട് സിഗ്നൽ കിട്ടുന്നു. സോ ഔട്ട്പുട്ട് ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു. അത് നമുക്ക് ടേൺ റേഷ്യോ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇംപെഡൻസ് മാച്ചിങ് നടത്തിയിട്ട് അതിനനുസരിച്ച് ഔട്ട്പുട്ട് ഇവിടേക്ക് കിട്ടും. DCക്ക് ഇങ്ങോട്ടേക്ക് കപ്പിൾ ആവാൻ പറ്റില്ല, ഇവിടെ ഒന്നും DCക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റില്ല, ACക്ക് മാത്രമേ പറ്റൂ. അവിടെ വന്ന് ഇനി എന്താണ് നമുക്ക് ബേസിലേക്ക് പോകുന്നു, സെക്കൻഡ് സ്റ്റേജിന്റെ ബേസിലേക്ക് പോകുന്നു, അത് വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് ഇവിടെ കൊടുക്കുന്നു. അത് പിന്നെ സെക്കൻഡറി പ്രൈമറി ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലേക്ക് കപ്പിൾ ആയിട്ട് ലോഡ് റെസിസ്റ്റർ വഴി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സെയിം RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സെയിം വർക്കിംഗ് തന്നെ, ജസ്റ്റ് ട്രാൻസ്ഫോമർ ഉണ്ട് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കപ്ലിംഗ് RC കപ്ലിംഗ് അല്ല, പകരം ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. അതായത് ഇപ്പോ നമുക്ക് കുറെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആകുമ്പോൾ നമുക്ക് കുറെ സ്റ്റേജുകൾ ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, നമ്മൾ നേരത്തെ കണ്ടില്ലേ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന്റെ കേസിൽ എങ്ങനെയായിരുന്നു, ഇവിടെ കണ്ടോ A1 സ്റ്റേജ്, A2 സ്റ്റേജ്, A3 അങ്ങനെ കുറെ സ്റ്റേജുകളില്ലേ. ഓക്കെ, അപ്പൊ ഈ കുറെ സ്റ്റേജുകൾ ഉണ്ടാവുമ്പോൾ ഈ ഓരോ സ്റ്റേജിലും നമുക്ക് ചിലപ്പോൾ ഉള്ള ഇൻപുട്ട് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിന് ഇൻപുട്ട് ഇംപെഡൻസ് ഔട്ട്പുട്ട് ഇംപെഡൻസ് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. സെക്കൻഡ് സ്റ്റേജിന് ഇൻപുട്ട് ഇംപെഡൻസ് ഔട്ട്പുട്ട് ഇംപെഡൻസ് വേറെ പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അങ്ങനെ ചിലപ്പോൾ വ്യത്യാസം വരാം. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമുക്ക് ഓരോ ട്രാൻസ്ഫോമറിന് ഇൻഡിവിജ്വൽ ആയിട്ട് ഡിസൈൻ ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ ഇവിടെ ഉപയോഗിച്ച ട്രാൻസ്ഫോമർ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് വരും, അടുത്തൊരു സ്റ്റേജ് ഇവിടെ ഉണ്ടെങ്കിൽ. കാരണം അതിന്റെ ഇൻപുട്ട് ആ സ്റ്റേജിന്റെ ഇൻപുട്ട് ഇംപെഡൻസോ ഔട്ട്പുട്ട് ഇംപെഡൻസോ ഡിഫറെന്റ് ആണെങ്കിൽ ഇതേ ട്രാൻസ്ഫോമർ അവിടെ കയറി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ട്രാൻസ്ഫോമറിനും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരും, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ, ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ കൂടുതലാണ്. അതായത് ഓരോ സിഗ്നലിനും കൊടുക്കുന്ന ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കില്ല, അതല്ല ഡിസ്റ്റോർഷൻസ് ഉണ്ടായെന്ന് വരാം. ഈവൻ ഇപ്പൊ അത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ട്രാൻസ്ഫോമർ ഉപയോഗിക്കണം. പക്ഷെ അത് ഓൾമോസ്റ്റ് 10 to 20 ടൈംസ് കോസ്റ്റ്ലിയർ ദാൻ RC കപ്പിൾഡ് ആംപ്ലിഫയർ ആയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുകളിൽ കണ്ട സർക്യൂട്ടിൽ തന്നെ 3 ട്രാൻസ്ഫോമറുകളും ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതിനനുസരിച്ച് സർക്യൂട്ട് ബൾക്കിയും കോസ്റ്റ്ലി ആയി മാറും. RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ വെറും റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രം ഉപയോഗിച്ചത്, ട്രാൻസിസ്റ്റർ ഒഴികെ റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രം ഉപയോഗിച്ചത്, വിച്ച് ഇസ് വെരി ചീപ്പ്. പക്ഷെ ഇവിടെ ട്രാൻസ്ഫോമർ ഓരോന്നും വളരെ കോസ്റ്റ്ലി ആയിരിക്കും. നല്ല എന്താ പറയുക, ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാതെ കിട്ടണമെങ്കിൽ വീണ്ടും നല്ല ട്രാൻസ്ഫോമർ ഉപയോഗിക്കണം. ഇറ്റ് വിൽ അഗെയിൻ ബി കോസ്റ്റ്ലി. ഇനി radio frequency inductance and interwinding capacitance create problem.
റേഡിയോ ഫ്രീക്വൻസീസിൽ അത്ര ഹൈ ഫ്രീക്വൻസീസിൽ നമുക്കറിയാം XL ഈക്വൽ ടു ഒമേഗ അല്ല അല്ലെ, ഫ്രീക്വൻസി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അത്രയും കൂടും. അപ്പോൾ ആ ഹൈ ഫ്രീക്വൻസീസിൽ നമ്മുടെ ഇന്റർവൈൻഡിങ് കപ്പാസിറ്റൻസും ഈ പാരസൈറ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം തന്നെ തലപൊക്കി തുടങ്ങും, അല്ലെങ്കിൽ അത് അതിന്റെ എഫക്റ്റ് കാണിച്ചു തുടങ്ങും. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ്. ട്രാൻസ്ഫോമർ കപ്പിൾ ഇൻട്രൊഡ്യൂസസ് ഹം ഇൻ ദ ഔട്ട്പുട്ട്. അതൊരു വലിയൊരു പ്രശ്നമാണ്, ഡിസഡ്വാൻറ്റേജ്. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻസ്, they are used for amplifying radio frequency signals. High frequency signal amplify യൂസ് ചെയ്യാറുണ്ട്, പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതിന്റെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഇതിന്റെ വോൾട്ടേജ് ഗെയിനും പവർ ഗെയിനും ഇങ്ങനെ മറ്റേ സാധാരണ ആംപ്ലിഫയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ. അതുകൊണ്ട് തന്നെ പവർ ആംപ്ലിഫിക്കേഷൻസിന് ഇത് യൂഷ്വലി യൂസ് ചെയ്യാറുണ്ട്. എവിടെയാണോ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണ്ടേ, അങ്ങനത്തെ ഒരു ആവശ്യമുള്ളത്, അവിടെ എല്ലാം അത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇമ്പിഡൻസ് മാച്ചിങ് നല്ലതാണ്. ട്രാൻസ്ഫോമർ വെച്ചിട്ട് നല്ല രീതിയിൽ ഇമ്പിഡൻസ് മാച്ചിങ് നമുക്ക് നടത്താൻ പറ്റും. അതാണ് അടുത്ത കാര്യം ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ്. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം ഇതാണ്, നമ്മൾ ഈ RC കപ്പിൾഡ് ആംപ്ലിഫയർ നോക്കുമ്പോൾ അവിടെ ഒരു ഫ്ലാറ്റ് റീജിയൻ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടതും ഈ ഫ്ലാറ്റ് റീജിയൻ ആണ്. ഇവിടെ ഈ ഫ്ലാറ്റ് റീജിയൻ ഇല്ല, എല്ലാം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു നേച്ചർ ഇല്ലാതെ അങ്ങനെ പോവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വെരി പുവർ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഇതിന്റെ കേസിൽ. കാരണം ഫ്ലാറ്റ് റീജിയൻ വളരെ കുറവാണ്. ഇവിടെയൊക്കെ ചെറുതായിട്ട് ഫ്ലാറ്റ് റീജിയനേ ഉള്ളൂ. അപ്പം very poor frequency response because gain is constant only over a very small range of frequency. ഇതാണ് ഇത്രയും സ്ഥലത്തൊക്കെ ഗെയിൻ കോൺസ്റ്റന്റ് ഉണ്ട്. അതുകൊണ്ട് ഫ്രീക്വൻസി റെസ്പോൺസ് വളരെ പോവാം. ഇതിന്റെ ഇനി ലോ ഫ്രീക്വൻസീസിൽ എന്താ സംഭവം, ഹൈ ഫ്രീക്വൻസീസിൽ എന്താ സംഭവം, ആ അനാലിസിസ് നമുക്ക് നടത്താം. ലോ ഫ്രീക്വൻസി നമ്മൾ ഇതിന്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാ പറയുന്നത്, കളക്ടർ കറണ്ട് അല്ലെ. ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ പറഞ്ഞാൽ കളക്ടർ കറണ്ട്, കളക്ടറിലുള്ള കറണ്ട് ഇൻടു ഈ ഇൻഡക്ടറിന്റെ റിയാക്ടൻസ് XL. ഓക്കെ, ലീക്കേജ് IC ഇൻടു ലീക്കേജ് റിയാക്ടൻസ് ഓഫ് പ്രൈമറി വൈൻഡിങ്. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് സാധാരണ. ലോ ഫ്രീക്വൻസീസിൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ഇപ്പം XL equal to omega L. XL equal to omega L. നമുക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് XL equal to omega L ആണ് അല്ലെ. XL equal to omega L ആണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഇത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും മാറ്റി എഴുതാം. അതായത് XL equal to 2, നിങ്ങൾക്ക് ജസ്റ്റ് ഒമേഗേനെ 2πf എന്ന് പറഞ്ഞിട്ട് എഴുതാം, അത്ര തന്നെ അല്ലെ. ഒമേഗേനെ 2πf എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ പയ്യൊക്കെ എടുക്കാൻ പ്രയാസമായത് കൊണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. XL equal to 2πf into L എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അതിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഓക്കെ, അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലോ ഫ്രീക്വൻസീസിൽ എന്ത് സംഭവിക്കും, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അത്രയും കുറഞ്ഞു പോകും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഗെയിൻ ഡിക്രീസ് ആവും. ഓക്കെ, ദ റിയാക്ടൻസ് ഓഫ് പ്രൈമറി വൈൻഡിങ് ഡ്രോപ്സ് അറ്റ് ലോ ഫ്രീക്വൻസി, സോ ഗെയിൻ ഡിക്രീസസ്. അതുകൊണ്ടാണ് ഗെയിൻ ഇവിടെ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് ലോ ഫ്രീക്വൻസീസിൽ. ഇനി ഹൈ ഫ്രീക്വൻസീസിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇന്റർ വൈൻഡിങ് കപ്പാസിറ്റേഴ്സ് ആക്ട്സ് ആസ് ബൈപാസ് കപ്പാസിറ്റർ, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ് ആൻഡ് ഹെൻസ് ഗെയിൻ ഡ്രോപ്സ്. ഹൈ അപ്പോ വീണ്ടും ഇന്റർ വൈൻഡിങ് കപ്പാസിറ്റേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, വയറിംഗ് കപ്പാസിറ്റേഴ്സ് അതേപോലെ പാരസൈറ്റിക് കപ്പാസിറ്റേഴ്സ് എല്ലാം ഹൈ ഫ്രീക്വൻസീസിൽ അവരുടെ എഫക്റ്റ് കൂടുതലായിരിക്കും. ഒരു ബൈപാസ് കപ്പാസിറ്റർ പോലെ എല്ലാം ആക്ട് ചെയ്യും. അതുകൊണ്ട് അവിടെയും പുവർ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് റീജിയൻ ഇല്ലാത്തത് കൊണ്ട് വെരി പുവർ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഈവൻ റെസൊണൻസ് പോലത്തെ ഫെനോമിന പോലും ഒക്കറിയാനുള്ള സാധ്യതകളുണ്ട്. സോ അതാണ് ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കപ്പിൾഡ് ഓർ DC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സെയിം സർക്യൂട്ട്, ആകെ കുറച്ച് വ്യത്യാസങ്ങൾ, എല്ലാ കപ്പാസിറ്ററും ഒന്ന് ഷോർട്ട് ചെയ്ത് കളയാം. ഓക്കെ,
ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അത് ഷോർട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അത് ഷോർട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അത് ഷോർട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്ത് കളഞ്ഞു. അതായത് എല്ലാ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സും ഷോർട്ട് ചെയ്ത് കളഞ്ഞു, എല്ലാ ബൈപ്പാസ് കപ്പാസിറ്റേഴ്സും ഓപ്പൺ ചെയ്ത് കളഞ്ഞു ഡയറക്റ്റ് DC കപ്പിൾഡ് ആംപ്ലിഫയറിൽ. അപ്പൊ ഇവിടെ ഇതിനെ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയാൻ കാരണം ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുക. മറ്റേ കപ്പാസിറ്റർ വഴിയാണ് ഡയറക്റ്റ് കണക്ട് ചെയ്തപ്പോൾ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. DC എന്ന് പറഞ്ഞാൽ DC കറണ്ട് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക് എല്ലാം ഫ്ലോ ചെയ്യുന്ന ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ബേസിക്കലി DC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയാം. സോ ഇത് മെയിൻലി പ്രിഫർ ചെയ്യുന്ന ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് മെയിൻലി പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലോ ഫ്രീക്വൻസി ഈ മിഡ് ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസിയിലൊക്കെ ഫ്ലാറ്റ് ആയി കിടക്കുന്നത്, ഹൈ ഫ്രീക്വൻസിയിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഈ റീജിയനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റെസ്പോൺസ് ആയിരിക്കും. അതാ ലോ ഫ്രീക്വൻസീസിൽ നല്ല റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളഞ്ഞു. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. കപ്ലിംഗ് കപ്പാസിറ്റർ കോസ് സിഗ്നിഫിക്കന്റ് ഡ്രോപ്പ് ഓഫ് സിഗ്നൽ ആൻഡ് ഹെൻസ് ഗെയിൻ ഡിക്രീസസ്. അത് ശരി, കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഗെയിൻ ഡിക്രീസ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ഒരു മെയിൻ ഫാക്ടറാണ്. കാരണം ഇപ്പം കപ്ലിംഗ് കപ്പാസിറ്റേഴ്സിന്റെ ഇപ്പൊ ഹൈ ഫ്രീക്വൻസി ആണെന്ന് വിചാരിക്കുക. ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റർ എന്താ ഷോർട്ട് ആയി പോകും അല്ലെ, ഇവിടുത്തെ കപ്ലിംഗ് കപ്പാസിറ്റർ ഷോർട്ട് ആയി പോകും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലോഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗെയിൻ ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ പഠിച്ചത്. ഹൈ ഫ്രീക്വൻസീസിൽ ഇവിടുത്തെ കപ്പാസിറ്റർ ഷോർട്ട് ആയി പോകും. ഷോർട്ട് ആകുമ്പോൾ ഇതും ലോഡിങ് എഫക്ട് വരും, അതുകൊണ്ട് ഗെയിൻ ഡിക്രീസ് ആയി പോകുന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ ഒഴിവാക്കി. ഇനി ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ കേസ് വരികയാണ്. ബൈപ്പാസ് കപ്പാസിറ്റർ റിയാക്ടൻസ് ബിക്കംസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എമിറ്റർ റെസിസ്റ്റർ ഓപ്പോസിഷൻ വാല്യൂ, ഹെൻസ് ബൈപ്പാസ് ആക്ഷൻ ഓഫ് കപ്പാസിറ്റർ ഗെറ്റ്സ് എഫക്റ്റഡ്. അതായത് ഇവിടെ ബൈപ്പാസ് കപ്പാസിറ്റർ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസീസിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസും എമിറ്റർ കൊടുക്കുന്ന ഓപ്പോസിഷൻ രണ്ടെണ്ണം ഓൾമോസ്റ്റ് തുല്യമായി വരും. ഓക്കെ, അതുകൊണ്ട് ബൈപ്പാസിങ് ഇതിന്റെ ബൈപ്പാസിങ് നേച്ചർ ഒന്നും വലുതായിട്ട് യൂസ് ആവൂല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നത് കാരണത്താൽ ബൈപ്പാസ് കപ്പാസിറ്റർ എടുത്ത് ഒഴിവാക്കി. ഫോർ മേക്കിംഗ് ദിസ് കപ്പാസിറ്റേഴ്സ് എഫക്റ്റീവ് അറ്റ് ദിസ് ലോ ഫ്രീക്വൻസി, അതായത് ഈ ലോ ഫ്രീക്വൻസീസിൽ നമ്മൾ പറഞ്ഞല്ലോ ഇതിപ്പോ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നതൊക്കെ ലോ ഫ്രീക്വൻസീസിലാണ്. അപ്പൊ ഈ ലോ ഫ്രീക്വൻസീസിൽ ഈ കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്റർ ഇതെല്ലാം നല്ല എഫക്റ്റീവ് ആയിട്ട് അതിന്റെ പണി ചെയ്യണം എന്നാണെങ്കിൽ അത് അങ്ങനെ ഒരു കപ്പാസിറ്റർ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൈസ് ഭയങ്കര വലുതായിരിക്കണം. ഓക്കെ, നല്ല രീതിയിൽ ബൈപ്പാസിങ് ആക്ഷനും കപ്ലിംഗ് ആക്ഷൻ എല്ലാം പെർഫോം ചെയ്യണമെങ്കിൽ ആ കപ്പാസിറ്റേഴ്സിന്റെ സൈസ് വളരെ ഹ്യൂജ് ആയിരിക്കണം. അത് വീണ്ടും കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, ബൾക്കിനെസ് ഇൻക്രീസ് ചെയ്യും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിൽ കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും രണ്ടെണ്ണം എടുത്ത് മാറ്റിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഇവിടുത്തെ എന്താ പറയാ ബയാസിങ് ഇതെല്ലാം എഫക്റ്റഡ് ആവില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വരാം. അപ്പൊ നമുക്കറിയാം നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ മറ്റെല്ലാ ആംപ്ലിഫയറിലും ഇവിടെ ഒരു കപ്ലിംഗ് നെറ്റ്വർക്ക് ഒരു കപ്പാസിറ്റർ വെച്ചിട്ട് തടഞ്ഞിരുന്നു. എന്തിനായിരുന്നു? ഇതിന്റെ ഉള്ളിലത്തെ DC പുറത്തോട്ട് പോവാതിരിക്കാൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ. കാരണം ഇതിന്റെ ബയാസിങ് കാരണം ഇതിന്റെ DC ഇതിന്റെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ ബയാസിങ് മുഴുവൻ മാറിപ്പോവും, ക്യൂ പോയിന്റ് മാറിപ്പോവും, ഫുൾ എന്താ പറയാ ക്യൂ പോയിന്റ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നടക്കില്ല. നമ്മളിവിടെ ഒരു സിഗ്നൽ കൊടുത്താൽ മര്യാദയ്ക്ക് ആംപ്ലിഫൈ ചെയ്തൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതായിരുന്നു മെയിൻ പ്രശ്നം. അപ്പൊ നമ്മൾ ഈ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിലെല്ലാം തന്നെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നു, രണ്ടാമത്തെ സ്റ്റേജ് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനൊരു ബയാസിങ് ഉണ്ട്, ഇതിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബയാസിങ് കണ്ടീഷൻസ് ആയിരിക്കും. ഇൻഡിപെൻഡന്റ് ഇതിന്റെ ബയാസിങ് കാരണത്താൽ ഇതിന്റെ മാറാൻ പാടില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റഡ് ആവാൻ പാടില്ല. അങ്ങനെയായിരുന്നു നമ്മൾ ആ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തത്. ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെ DC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാം, ഇത് സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഈ മൊത്തം ആംപ്ലിഫയർ ഒരുമിച്ച് ഡിസൈൻ ചെയ്യാനേ പറ്റും. മൊത്തം ആംപ്ലിഫയറിലെ DC കണ്ടീഷൻസ് അല്ലെ ബയാസിങ് കണ്ടീഷൻസ് എല്ലാം നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യാനേ പറ്റും. കാരണം ഇവിടുന്ന് DC അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യില്ല, ഡയറക്റ്റ് ഫ്ലോ ഇല്ല, ഡയറക്ട്ലി കണക്റ്റഡ് അല്ലേ, അപ്പൊ അത് എഫക്റ്റഡ് ആവും. അതുകൊണ്ട് നമ്മൾ മൊത്തം 2 സ്റ്റേജ് ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ
മൊത്തം 2 സ്റ്റേജിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഡിസൈൻ ചെയ്യുക, ഒരുമിച്ച് ബയാസിങ് കണ്ടീഷൻ സെറ്റ് ചെയ്യുക. കാരണം സെപ്പറേറ്റ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനെ എഫക്ട് ചെയ്യും, ക്യൂ പോയിന്റ് മാറും, എല്ലാം ഗെയിൻ എല്ലാം കുറഞ്ഞു. അതുകൊണ്ട് ഫുൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്യുക. ഇപ്പോൾ ഓപ്പറേഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ സിഗ്നൽ കൊടുക്കുന്നു, ട്രാൻസിസ്റ്റർ അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, കളക്ടറിലെ ഔട്ട്പുട്ട് കിട്ടുന്നു, അത് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ബേസിലേക്ക് കൊടുക്കുന്നു, അത് ആംപ്ലിഫൈ ചെയ്യുന്നു, നമ്മൾ ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സെയിം വർക്കിംഗ്. ഇപ്പം RC കപ്പിൾഡ് ആംപ്ലിഫയർ ആയിക്കോട്ടെ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ആയിക്കോട്ടെ, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ ആയിക്കോട്ടെ, എല്ലാത്തിന്റെ വർക്കിംഗ് ഓൾമോസ്റ്റ് സെയിം. ആകെ ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ആകുമ്പോൾ ട്രാൻസ്ഫോമർ ആയിരിക്കും, RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണെങ്കിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും വെച്ച് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും വ്യത്യാസമുള്ളൂ. അത് കാണിച്ചാൽ അതിന്റെ എഫക്ട്സ്. അപ്പൊ ഓപ്പറേഷൻ എല്ലാത്തിന്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. അഡ്വാൻറ്റേജ് ഇപ്പം സിമ്പിൾ ആൻഡ് ചീപ്പ് ആണ്. കാരണം ഇതിന്റെ അകത്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള ബൈപ്പാസ് കപ്പാസിറ്ററോ അല്ലെങ്കിൽ നമ്മളെ കപ്ലിംഗ് കപ്പാസിറ്ററോ ഒന്നും തന്നെ വേണ്ട. സാധാരണ ബൈപ്പാസ് കപ്പാസിറ്ററും കപ്ലിംഗ് കപ്പാസിറ്റർ അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. പക്ഷെ ഇത് ലോ ഫ്രീക്വൻസിയിൽ നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം മേടിക്കണം. ഓക്കെ, പക്ഷെ അതൊന്നും ഇവിടെ വേണ്ട. അതുകൊണ്ട് അത് അപ്പാടെ ഒഴിവാക്കി. അതുകൊണ്ട് സിമ്പിൾ ആണ്, ഏറ്റവും ചീപ്പാണ്, വെരി ലെസ് ബൾക്കിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എബിലിറ്റി ടു ആംപ്ലിഫൈ ലോ ഫ്രീക്വൻസി സിഗ്നൽ. ലോ ഫ്രീക്വൻസി സിഗ്നൽ സുഖമായിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. കാരണം കപ്പാസിറ്റി റിയാക്ടൻസ് ഒന്നും തന്നെ ഇവിടെ എഫക്ട് ചെയ്യുന്നില്ല. ഫ്ലാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് അപ് ടു F2. അതെ, അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് F2 എന്ന് പറഞ്ഞ ഫ്രീക്വൻസി വരെ ഫ്ലാറ്റ് ആണ്. അത് അതിന്റെ നല്ലൊരു അഡ്വാൻറ്റേജാണ്. കാരണം ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ നല്ല രീതിയിൽ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, കാരണം ഗെയിൻ ഹൈ ഫ്രീക്വൻസീസ് F2ന് മേലെ ഗെയിൻ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ മര്യാദയ്ക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ പോയിന്റ് ഗെറ്റ് ഷിഫ്റ്റഡ് ഡ്യൂ ടു ടെമ്പറേച്ചർ വേരിയേഷൻസ്. അതെ, ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടാവുമ്പോൾ ഒരു സർക്യൂട്ടിലെ ബയാസിങ് കണ്ടീഷൻ ചെറുതായിട്ട് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ആംപ്ലിഫൈ, അതിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ ഔട്ട്പുട്ട് ആംപ്ലിഫൈ അല്ല സെക്കൻഡ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നത്, സെക്കൻഡ് സ്റ്റേജിലെ ആംപ്ലിഫൈ തേർഡ് സ്റ്റേജിലേക്ക് പോകുന്നത്, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഒന്നിലെ ബയാസിങ് കണ്ടീഷൻ മാറിയത് കാണിച്ചാൽ അതിന്റെ ഔട്ട്പുട്ട് എഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ എഫക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും പിന്നെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത്. അത് പിന്നെ വീണ്ടും മൂന്നാമത്തെ സ്റ്റേജിൽ എഫക്ട് ചെയ്യും, അങ്ങനെ മൊത്തം എഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ടെമ്പറേച്ചർ വേരിയേഷൻസ് കാണിച്ചാൽ പലപ്പോഴും ക്യൂ പോയിന്റ് മാറി പോകാറുണ്ട് ഇവിടെ. മൊത്തത്തിൽ സിംഗിൾ ഡിസൈനിങ് ചെയ്യുകയാണെങ്കിലും പ്രശ്നം വരാറുണ്ട്. അതാണ് വേറെ ഡിസഡ്വാൻറ്റേജ്. ആപ്ലിക്കേഷൻസ് used when the load is directly in series with output terminal of devices such as headphone, loudspeaker, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഡയറക്റ്റ് സീരീസിൽ കണക്ട് ചെയ്യേണ്ട സമയത്ത് ഉപയോഗിക്കും. ലോ ഫ്രീക്വൻസി ലോ കറന്റ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പൾസ് ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അങ്ങനത്തെ പല സർക്യൂട്ടുകളിലെല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ആണ്. ലോ ആൻഡ് മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസീസ് ഡ്രോപ്പ് ചെയ്യുന്നു. ലോ ഫ്രീക്വൻസീസിലെ കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും ഇതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഗെയിൻ കുറയുന്നില്ല. കാരണം ഇതുണ്ടെങ്കിൽ കപ്പാസിറ്റി അതിന്റെ റിയാക്ടൻസ് നോക്കണം, അത് കാത്താൽ ഗെയിൻ ഡിക്രീസ് ചെയ്ത് കളയും. നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിൽ കണ്ട അതേ സംഭവം. പക്ഷെ ഇവിടെ അതില്ലാത്തത് കാത്താൽ മിഡ് ഫ്രീക്വൻസിയും അതേപോലെ ഫ്ലാറ്റ് ആണ് F2 വരെ. ഹൈ ഫ്രീക്വൻസീസിൽ എന്താ സംഭവിക്കുക, ഗെയിൻ കുറയുന്നു. കാരണം ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ കണ്ട പോലെ സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസ്, ഇന്റേണൽ ട്രാൻസിസ്റ്റർ കപ്പാസിറ്റൻസ്, മറ്റേ CBC, CB, ഈ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ RC കപ്പിൾഡ് ആംപ്ലിഫയറോടൊക്കെ. അതിന്റെ കേസില് നമ്മള് RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസിൽ നമ്മളെ ഈ ബേസ് ടെർമിനലും അതേപോലെ കളക്ടർ ടെർമിനലിന്റെ ഇടയ്ക്ക് ഒരു കപ്പാസിറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലെ, ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലെ, ബേസും കളക്ടറിനും നടുവിലൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്, ഇത് എമിറ്റർ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്, പിന്നെ ഈ വയറിംഗ് കപ്പാസിറ്റൻസ്. ഇതെല്ലാം സാധനം എപ്പോഴാണ് വരുന്നത്, ഹൈ ഫ്രീക്വൻസീസിലാണ് വരുന്നത്. അതേ പ്രശ്നം തന്നെ ഇവിടെ DC കപ്പിൾഡ് ആംപ്ലിഫയറിലും ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ ഈ വയറിംഗ് കപ്പാസിറ്റൻസ്, പിന്നെ ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്, എമിറ്റർ ജംഗ്ഷനിലെ കപ്പാസിറ്റൻസ്, ഇതെല്ലാം കൂടി കയറി വരും. അത് കാണിച്ചാൽ ഗെയിൻ അങ്ങ് ഡിക്രീസ് ചെയ്യും. അതായത് സെയിം റീസൺ ആസ് ദാറ്റ് ഓഫ് ദ RC കപ്പിൾഡ് ആംപ്ലിഫയർ. അതൊക്കെയാണ്. ഇനി അവസാനത്തെ ടോപ്പിക്, നമുക്ക് ഈ മൂന്നെണ്ണത്തിന്റെ വ്യത്യാസങ്ങൾ നോക്കാം. ആദ്യം RC കപ്പിൾഡ് ആംപ്ലിഫയറും ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറും, RC കപ്പിൾഡ് ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ തമ്മിലെ വ്യത്യാസം നോക്കാം. സൈസ്,
ഏറ്റവും ചെറിയ സൈസ് DC കപ്പിൾഡ് ആംപ്ലിഫയറിനായിരിക്കും. കാരണം അതിനകത്ത് ആകെ റെസിസ്റ്റേഴ്സും ട്രാൻസിസ്റ്ററും മാത്രമേ ഉപയോഗിക്കുന്നു, കപ്പാസിറ്റർ എല്ലാം ഒഴിവാക്കി കളഞ്ഞു. ഏറ്റവും സൈസ് കൂടിയത് ട്രാൻസ്ഫോമർ ആയിരിക്കും, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ആയിരിക്കും. കാരണം അതിനകത്ത് 3 ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ തന്നെ സൈസ് വലുതായി. ഫ്രീക്വൻസി റെസ്പോൺസ്, ഏറ്റവും അടിപൊളി ഫ്രീക്വൻസി റെസ്പോൺസ്, ഏറ്റവും ബെസ്റ്റ് എക്സലന്റ് ഫ്രീക്വൻസി റെസ്പോൺസ് RC കപ്പിൾഡ് ആംപ്ലിഫയറിന്. കാരണം അതിന് ഫ്ലാറ്റ് റീജിയൻ വളരെ കൂടുതലാണ്. ഏറ്റവും പുവർ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ആണ്. കാരണം അതിന്റെ ഒരു ഫ്ലാറ്റ് റീജിയൻ വളരെ കുറവാണ്. ഡയറക്റ്റ് ആംപ്ലിഫയറിന് കുഴപ്പമില്ല. ഡയറക്റ്റ് DC കപ്പിൾഡ് ആംപ്ലിഫയർ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയെങ്കിലും ഉണ്ട്, മറ്റേലൊന്നും ഇല്ലായിരുന്നു. ഇംപെഡൻസ് മാച്ചിങ് ഏറ്റവും നല്ലത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിലായിരിക്കും. കാരണം ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് കപ്പിൾ ചെയ്യുന്നത്, അതിന്റെ ടേൺ റേഷ്യോ മാറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇംപെഡൻസ് മാച്ച് ചെയ്യാം. RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ ഏറ്റവും പുവർ ആണ്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ DC കപ്പിൾഡ് ഡയറക്റ്റ് കപ്പിൾ ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ, ഇത് RC കപ്പിൾഡ് ആംപ്ലിഫയർ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻസ് ആണ് ഏറ്റവും നല്ലത്. കാരണം അതിന്റെ പവർ ഗെയിൻ ഒക്കെ കുറവാണ്. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ പവർ ആംപ്ലിഫിക്കേഷൻ ആണ് ഏറ്റവും നല്ലത്. മറ്റേ ലോ ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷൻസ്, ലോ ഫ്രീക്വൻസി സിഗ്നൽ ഓഡിയോ സിഗ്നൽസ് ആംപ്ലിഫിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നത്. കാരണം ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസിന് മാത്രമാണ് ഫ്ലാറ്റ് റീജിയൻ വരുന്നത്. കപ്ലിംഗ് ആൻഡ് ബൈപാസ് കപ്പാസിറ്റർ, DC കപ്പിൾഡ് ആംപ്ലിഫയറിൽ ഇത് രണ്ടെണ്ണം ആബ്സെന്റ് ആണ്. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിൽ ബൈപാസ് കപ്പാസിറ്റർ പ്രസന്റ് ബട്ട് നോ കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ്. അല്ലെ, കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ പകരമല്ലേ നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ട് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോമർ വേറെ എവിടെയും യൂസ് ചെയ്യുന്നില്ല. കോസ്റ്റ്, ഏറ്റവും കോസ്റ്റ് കുറവ് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറിനായിരിക്കും. കാരണം ട്രാൻസ്ഫോമർ ഇല്ല, കപ്പാസിറ്റർ ഇല്ല. അതിനെക്കാട്ട് കുറവ്, അല്ല മീൻസ് അതിനെക്കാട്ട് കുറച്ചും കൂടി കൂടുതലായിരിക്കും RC കപ്പിൾഡ് ആംപ്ലിഫയർ. കോസ്റ്റ്ലിയർ ട്രാൻസ്ഫോമർ ആയിരിക്കും, കാരണം ട്രാൻസ്ഫോമർ ഉപയോഗിക്കേണ്ടതാണ്. ഡിസൈൻ, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ അകത്ത് മൊത്തം സർക്യൂട്ട് ഒരുമിച്ചാണ് ഡിസൈൻ ചെയ്യുക. ഇവിടെ രണ്ട് സ്ഥലത്തും ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് വേറെ വേറെ ഡിസൈൻ ചെയ്യുക. So with this, your first module is over. Thank you.